നമസ്കാരം. എണ്ണ വ്യാപാരത്തിന്മേലുള്ള US ഉപരോധം റഷ്യയ്ക്ക് പ്രതിസന്ധി സൃഷ്ടിച്ചു തുടങ്ങുന്നു. പ്രമുഖ റഷ്യൻ റിഫൈനറികൾക്കും റഷ്യൻ ക്രൂഡ് കൈകാര്യം ചെയ്യുന്ന ചരക്ക് കപ്പലുകൾക്കും US ഉപരോധം ഏർപ്പെടുത്തിയത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുമായുള്ള വ്യാപാരത്തിൽ വലിയ ഇടിവുണ്ടാക്കിയെന്നാണ് അനലിറ്റിക്സ് സ്ഥാപകനായ കെപ്ലറിനെ ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമമായ ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഫെബ്രുവരിയിൽ കഴിഞ്ഞ 2 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തി. ഉക്രൈൻ അധിനിവേശത്തിന് പിന്നാലെ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കാരനായി റഷ്യ മാറി. ഇതോടെ 2022 മുതൽ ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരെന്ന സ്ഥാനത്തേക്ക് റഷ്യ എത്തിയിരുന്നു. ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിദിനം 1.4 ദശലക്ഷം ബാരൽ എന്നതിലേക്ക് കുറഞ്ഞു. ജനുവരിയിലെ അളവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 14.9% കുറവാണ് ഇറക്കുമതിയിലുണ്ടായത്. പ്രതിദിനം ഉപയോഗിക്കുന്ന ക്രൂഡിന്റെ 80%-ലധികം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അടുത്തിടെയായി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വരവ് ഏറെ ചിലവേറിയതായി മാറ്റുന്നു. ഇതോടെ ഇന്ത്യൻ കമ്പനികൾ റഷ്യയെ വിട്ട് മറ്റു രാജ്യങ്ങളെ കൂടുതലായി ആശ്രയിക്കാൻ തുടങ്ങി. നിലവിൽ ചൈനയുമായുള്ള വ്യാപാരത്തിലാണ് റഷ്യ മുൻഗണന നൽകുന്നത്. ഫാർ ഈസ്റ്റ് റഷ്യ ചൈന റൂട്ടിൽ സർവീസ് നടത്തുന്നതിനായി ടാങ്കറുകളെ പുനർക്രമീകരിച്ചു കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ട് പറയുന്നു. മുമ്പ് ഈ റൂട്ടിൽ സഞ്ചരിച്ചിരുന്ന ഡസൻ കണക്കിന് കപ്പലുകൾക്കായിരുന്നു ജനുവരിയിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്. റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഇന്ത്യ പ്രധാനമായും ഇറാഖ്, സൗദി അറേബ്യൻ ക്രൂഡിനെയാണ് ആശ്രയിച്ചു കൊണ്ടിരുന്നത്. ജനുവരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഫെബ്രുവരിയിൽ ഇറാഖിൽ നിന്നും ക്രൂഡ് ഓയിലിന്റെ വരവ് 8.3% വർദ്ധിച്ചു. നിലവിൽ റഷ്യയ്ക്ക് ശേഷം ഇന്ത്യയുടെ 2ാമത്തെ വലിയ എണ്ണ വിതരണക്കാരാണ് ഇറാഖ്. മാർച്ച് മുതൽ അമേരിക്കൻ ഉപരോധം കൂടുതൽ ശക്തമാകുന്ന സ്ഥിതിക്ക് വരും മാസങ്ങളിലും പരമ്പരാഗത വ്യാപാര പങ്കാളികളിൽ നിന്നും ഇറക്കുമതി കൂടുതൽ ശക്തമായേക്കും. ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങുന്ന രാജ്യമാണ് ഇന്ത്യ. വാങ്ങുന്ന മുഴുവൻ ക്രൂഡും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല. അവ ശുദ്ധീകരിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി കയറ്റുമതി ചെയ്യുന്നുമുണ്ട്. മാത്രമല്ല, ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ഭൂമിക്കടിയിൽ ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട്. അവയുടെ ഖനനം വിപുലീകരിക്കാനും ഇന്ത്യ പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. അതേസമയം അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി കുറഞ്ഞിരുന്നു. ഇത് മറികടക്കാൻ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി കൂട്ടാൻ ഇന്ത്യ ഒരുങ്ങുകയും ചെയ്തിരുന്നു. പ്രധാനമായും പരമ്പരാഗത വ്യാപാര പങ്കാളികളായ സൗദി അറേബ്യ, ഇറാഖ് തുടങ്ങിയ അറബ് രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ വിഹിതം എത്തിക്കാനായിരുന്നു നീക്കം. സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതി ജനുവരിയിൽ വലിയ തോതിൽ വർദ്ധിക്കുകയും ചെയ്തിരുന്നു. അടുത്ത മാസവും ഇത് സമാനമായ രീതിയിൽ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷ.